വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു പുതിയ വീഡിയോ ഇടാൻ പോകുന്നു. അപ്പം ഇപ്പോൾ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു Q&A ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ അതിൽ നിന്നും സോർട്ട് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നില്ല, അതിൽ നിന്നും സോർട്ട് ചെയ്ത് ഒരു 15 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് എടുത്തേക്കുന്നത് കേട്ടോ. ഇതുപോലെ പല ഡിസ്റ്റർബൻസും എനിക്ക് കേൾക്കാം. ബൈക്കിൻ്റെ സൗണ്ട്, കുറേ പട്ടികളുടെ കുറേയുടെ സൗണ്ടും ഒക്കെ കേൾക്കാം. കാരണം ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലായിട്ട് ഇപ്പോൾ കുറേ പട്ടിക്കുഞ്ഞുങ്ങളും എല്ലാവരോടും ഇങ്ങനെ കൂട് കൂട്ടിയിട്ടുണ്ട്, അവരുടെ താവളം ആക്കിയിട്ടുണ്ട് അവിടെ. അപ്പോൾ മിക്കവാറും അവരുടെ കുറേയൊക്കെ കുറേ സമയം ഇങ്ങനെ കേൾക്കാം കേട്ടോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ Q&A. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചിരിക്കുന്നത് അർച്ചന കെ അശോകനാണ്. പ്രഗ്നൻസി ഈസ് ടഫ് കണ്ണപ്പ, പ്രഗ്നൻസി ഈസ് ടഫ് വെയിറ്റ് അറ്റ് ടൈം ഓഫ് ഡെലിവറി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രഗ്നൻസി ഈസ് നോട്ട് അറ്റ് ഓൾ ടഫ്. നമ്മൾ ഓരോ കാര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു അങ്ങനെ രീതിയിലിരിക്കും. അതായത് എനിക്ക് പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് റാഷസ് വന്നിട്ടുണ്ട്, എനിക്ക് പെയിൻ വന്നിട്ടുണ്ട്. ലൈക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കൈക്കൊക്കെ നല്ല പെയിൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ പോകുന്ന ടൈമിൽ ഈ നീർക്കെട്ട് ഇറങ്ങുമായിരുന്നു. ആ നീർക്കെട്ട് കാരണം എനിക്ക് അന്ന് കുറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഇങ്ങനത്തെ ചെറിയ അസുഖങ്ങളൊക്കെ ഭയങ്കര എക്സ്ട്രീം വരുമെന്ന് പറയാറുണ്ട്. എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നൈസായിട്ട് അങ്ങ് ഡീൽ ചെയ്ത് പോയി. അതുകൊണ്ട് വലിയ അങ്ങനെ ടഫായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ആൻഡ് വെയിറ്റ് അറ്റ് ടൈം ഓഫ് ഡെലിവറി ഇറ്റ്സ് 82. ഐ ഗെയിൻ 22 kg. ഞാൻ 59 ആ ഒരു റേഞ്ചിലായിരുന്നു. 55 to 59 ആ ഒരു ഇതിൽ നിൽക്കുമായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഞാൻ 82ലേക്ക് എത്തി. ഫൈൻ, കുഴപ്പമില്ല. ആൻഡ് നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇറ്റ്സ് കണ്ണപ്പ. അവൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചുകൊണ്ടിരിപ്പുണ്ട്. 1 second വരുന്നു. ആൻഡ് യെസ്, ഐ ആം ബാക്ക്. അടുത്ത ചോദിച്ചിരിക്കുന്നത് ഹോസ്കി ഗേൾ ആണ്. ചേട്ടനും ചേച്ചിക്കും എത്ര ഇയേഴ്സ് കഴിഞ്ഞ് ബേബി വേണമെന്നായിരുന്നു ആഗ്രഹം? ആക്ച്വലി നമ്മൾ ആദ്യമൊന്നും പ്ലാൻ ചെയ്തിരുന്നില്ല ഇപ്പം ബേബി വേണം എന്നുള്ള കാര്യം. പക്ഷെ 2019, അതായത് നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ 2017 നവംബറിലായിരുന്നു. അപ്പം എന്തായാലും ഒരു 2 years ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ്. അപ്പം ആ ഒരു നവംബറിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തു, യെസ് നമുക്ക് 2020 എന്തായാലും ബേബി വേണമെന്ന്. യെസ്, അങ്ങനെ ഞങ്ങളുടെ കണ്ണപ്പനെ ഞങ്ങൾക്ക് കിട്ടി 2020. അടുത്തത് ചോദിച്ചിരിക്കുന്നത് വിൽ യു ഗോ ഫോർ ആക്ടിങ് ദിസ് ഇയർ? അത് ചോദിച്ചിരിക്കുന്നത് മരിയ മാനുവൽ എന്നാണ് തോന്നുന്നു. യെസ്, വിൽ യു ഗോ ഫോർ ആക്ടിങ് ദിസ് ഇയർ? ഈ വർഷം ഒന്നും പോകത്തില്ല. കണ്ണപ്പനെ പിന്നെ ആരും നോക്കും? ഞാൻ നോക്കണ്ടേ? അതുകൊണ്ട് ഈ വർഷം പോകില്ല. അതുപോലെ ഇവിടെ പലർക്കും അറിയത്തില്ല ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്ന് പോലും. ഞാനൊരു 3 years ആയി എൻ്റെ സീരിയലൊക്കെ ബ്രേക്ക് ചെയ്തിട്ട്. അപ്പം യെസ്, ഐ വാസ് ആൻ ആർട്ടിസ്റ്റ്. അല്ല, ഐ എം ആൻ ആർട്ടിസ്റ്റ്. പക്ഷെ ഞാൻ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. പക്ഷേ ഈ വർഷം നല്ല കുറച്ച് വർക്ക്സ് ഇറങ്ങാനുണ്ട്. സർപ്രൈസ്. ഓക്കെ, നെക്സ്റ്റ്, ഡു യു ലൈക്ക് ക്ലീനിങ് ഓർ കുക്കിംഗ്? എനിക്ക് ക്ലീൻനെസ് അല്ലാത്ത സ്ഥലത്ത് എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയല്ല, എനിക്ക് എല്ലാ സ്ഥലവും നല്ല ക്ലീൻ ആയിട്ടിരിക്കണം. നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മി വരണമെങ്കിൽ നമ്മുടെ വീട് ഫുൾ വൃത്തിയായിട്ടിരിക്കണം എന്നാണ് പറയുന്നത്. ആൻഡ് ഇത് ഞാൻ പണ്ട് താളിയോല എന്ന് പറഞ്ഞൊരു ബുക്ക് വായിച്ചതാണ്. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളോടൊക്കെ ഭയങ്കര ക്രേസ് ആയിരുന്നു, ഈ താളിയോല എന്ന് പറയുന്ന ബുക്സിനോടൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിനോട് ചോദിച്ചതായിരുന്നു നൂറ ഷിക്കിം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്ന ഖാലിദാണ്. ഫസ്ന ചോദിച്ചിരിക്കുന്നത് ഈ തടി എങ്ങനെ കുറയ്ക്കാനാണ് ചേച്ചി ഉദ്ദേശിക്കുന്നത്? കളിയാക്കുന്നതല്ല, അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. ഒരുപാട് പേര് ചോദിച്ചിരുന്നു. പക്ഷേ കുട്ടി ഇച്ചിരി കൂടെ രസമായിട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ ഈ കുട്ടിയുടെ അടുത്തന്നേ ഉള്ളൂ കേട്ടോ, ഫസ്നയുടെ. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ മാത്രം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു ജീവനാണ്. അതായത് ഇപ്പം എനിക്കൊരു ബേബി ഉണ്ടായി, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു ബേബി ഉണ്ടായി. ഇപ്പം ഒരു 1 monthും കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ അവന്. അപ്പം അവന് ഫീഡിങ് മാത്രമേ ഉള്ളൂ, അല്ലേ? നമ്മളെ മാത്രം പ്രതീക്ഷ ചെയ്യുന്ന ഒരു കുഞ്ഞാണ്. അപ്പം കണ്ണപ്പ 1 minute. യെസ്, നമ്മളെ മാത്രം പ്രതീക്ഷ ചെയ്യുന്ന ഒരു കുഞ്ഞാണ്. അപ്പം അവനെ ഫീഡ് ചെയ്യണം. അപ്പം ഞാൻ അതിനുവേണ്ടി പ്രോപ്പറായിട്ട് ആഹാരം കഴിക്കണം, പ്രോപ്പറായിട്ട് നല്ല നല്ല പോഷകാഹാരങ്ങൾ കഴിക്കണം. സോ ഇപ്പം ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചാൽ എനിക്ക് ചിന്തിക്കാനൊക്കെ പറ്റും. എന്താണ്, വേണമെങ്കിൽ എനിക്കിപ്പം വെയിറ്റ് ലോസ് ചെയ്യാം, അധികം ഫുഡ് കഴിക്കാതിരിക്കും, നല്ല ഡയറ്റൊക്കെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യും. പക്ഷെ അവനെന്ത് ചെയ്യും? അവന് നല്ല ഫുഡൊക്കെ ഉണ്ടാവും, നല്ല നമ്മളെപ്പോഴും നല്ല ആരോഗ്യവാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേബി ആയിട്ട് വളരണ്ടേ. സോ ഇപ്പം ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അവനെക്കുറിച്ച് ചിന്തിക്കുന്നു. പക്ഷേ ഇതിന് ശേഷം തീർച്ചയായിട്ടും എനിക്ക് കുറയ്ക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ? ഡോണ്ട് പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗൗതം HS1. ചേച്ചിക്ക് ഓരോ പോസ്റ്റ് ഇടുമ്പോഴും കിട്ടുന്ന നെഗറ്റിവിറ്റി ഓവർകം എങ്ങനെ ചെയ്യുന്നു? അതായത്
ഞാൻ പോസിറ്റീവായിട്ടായിരിക്കും പലതും ഇടുന്നത്. മേ ബി എൻ്റെ ഡാൻസ് അല്ല പ്രഗ്നൻസി ടൈമിൽ ഞാൻ കുറേ ഡാൻസ് ഒക്കെ ചെയ്തിരുന്നു. അതൊക്കെ ആക്ച്വലി എൻ്റെ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ആ ഒരു ടൈമിൽ. ഞാൻ എൻ്റെ ഓരോ സമയം എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരെയും നമ്മൾ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. എൻ്റെ പോസ്റ്റ് ഇഷ്ടപ്പെടാത്തവർക്ക് തീർച്ചയായിട്ടും എന്നെ അൺഫോളോ ചെയ്യാം, എന്നെ ബ്ലോക്ക് ചെയ്യാം, എൻ്റെ കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യാം. അപ്പം എൻ്റെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ടോപ്പിക്ക് എന്തെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബിൽ നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ എന്തെങ്കിലും കയറി വരികയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതും ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം എങ്ങനെ നെഗറ്റിവിറ്റി ഓവർകം ചെയ്യുന്നത്, എനിക്കങ്ങനെ എല്ലാം ഒന്നും ഓവർകം ചെയ്യാൻ പറ്റാറുണ്ടോ ചോദിച്ചാൽ പറ്റാറുണ്ട്. പക്ഷേ എന്തെങ്കിലും എന്നെ നെഗറ്റീവായിട്ട് എനിക്ക് ഹേർട്ട് ചെയ്യുന്ന രീതി പറഞ്ഞാൽ ഞാൻ അവരോട് തിരിച്ച് ഇൻബോക്സിൽ പോയി ഞാൻ പറയാറുണ്ട്. ലൈക്ക് എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അവരോട് ഞാൻ പോയി പറയും. അങ്ങനെയാണ് ഞാൻ സാധാരണ ഓവർകം ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും കമൻസ് ഒക്കെ ഇടുമായിരുന്നെങ്കിലും കമൻറ്റ് സെക്ഷനിൽ അവർ തന്നെ പോയി ഡിലീറ്റ് ചെയ്യാറുണ്ട് പലപ്പോഴും. ഞാൻ ഇൻബോക്സിൽ പോയിട്ട് ഞാൻ സംസാരിക്കാറുണ്ടല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കോമൻറ്റ്സ് ഡിലീറ്റ് ചെയ്യാൻ തോന്നും. ഓക്കെ, അടുത്തത് ദേവിക അജിത്. ചേച്ചി സ്കിൻ കെയർ എങ്ങനെ ചെയ്യുന്നു? ഞാൻ ആക്ച്വലി ഇപ്പം ഒന്നും ചെയ്യാൻ സമയം കിട്ടാറില്ല, കണ്ണപ്പനുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ ഞാൻ അത്യാവശ്യം സ്കിൻ കെയർ ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അതായത് ഈ കടലമാവിൻ്റെ കുറേ പണ്ടോട്ടേ പറയുന്നതല്ലേ, കടലമാവ് ഞാൻ സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരുന്നു. കാരണം കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ കംപ്ലീറ്റ് ടാൻ അടിച്ചിരിക്കുകയായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് തൈരൊക്കെ യൂസ് ചെയ്യുമായിരുന്നു. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ കൂടുതലും യൂസ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ട്വൈസ് ഇൻ എ മന്തോ ത്രൈസ് ഇൻ എ മന്തോ ഒക്കെ എന്തെങ്കിലും ഷൂട്ട് വരുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ പോയി എന്തെങ്കിലും ടാൻ പാക്കൊക്കെ ഇടുമായിരുന്നു. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ റുസൂസൈൻ എന്ന് പറഞ്ഞ കുട്ടി ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഡിഡ് യു ഫീൽ ലൈക്ക് കണ്ണപ്പൻ ടോക്കിംഗ് ടു യു ഡ്യൂറിങ് പ്രഗ്നൻസി? അങ്ങനെ സംസാരിക്കുന്നതായിട്ടൊന്നുമല്ല, പക്ഷെ അവനെ ഫീൽ ചെയ്യുമായിരുന്നു ഭയങ്കരമായിട്ട്. ഞാൻ ഇങ്ങനെ ഒരുപാട് സംസാരിക്കുമായിരുന്നു. അപ്പം ലൈക്ക് അവൻ റെസ്പോണ്ട് ചെയ്യുമായിരുന്നു. നമുക്ക് ഫീൽ ചെയ്യും ലൈക്ക് ഓക്കെ ഇതിനായിരിക്കും അവൻ റെസ്പോണ്ട് ചെയ്തതെന്ന് തോന്നാറുണ്ട്. അത്രയേ ഉള്ളായിരുന്നു. കവിത എസ് ബി, കുഞ്ഞുവാവെ ആക്ടർ ആക്കാനുള്ള താല്പര്യമുണ്ട്. അവൻ എന്താണെന്ന് ഇഷ്ടമെന്ന് വെച്ചാൽ അവൻ ആയിക്കോട്ടെ. കാരണം നമ്മൾ ഒരാളെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കേണ്ടതല്ല. അവരുടെ ഡ്രീംസ് ആണ്, അവർ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പം ഞാനാണെങ്കിൽ പോലും ഞാൻ ലൈക്ക് ഈ ഒരു മീഡിയ ഫീൽഡിൽ വരുമെന്ന് പോലും വിചാരിച്ചല്ല. എനിക്കറിയാം ഇവിടെ പലർക്കും അറിയത്തില്ല ഞാൻ മീഡിയ ഫീൽഡിലുണ്ട്. യെസ്, ഞാൻ ഉണ്ട്. ഞാൻ കുറച്ച് പ്രോഗ്രാംസ് ആങ്കറൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അഡ്വർടൈസ്മെന്റ് ഫീൽഡിലുണ്ട്. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം അവനെന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അവൻ ഫോളോ ചെയ്യട്ടെ, അവൻ്റെ ഡ്രീം അവൻ ഫോളോ ചെയ്യട്ടെ. നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ട കാര്യങ്ങളല്ല, അവരുടെ ലൈഫല്ലേ. ഹർഷ ഉന്മേഷ്, ഹൗ ഇസ് യുവർ ലൈഫ് ആഫ്റ്റർ ബേബി, മദർഹുഡ് ഫീലിംഗ് ആൻഡ് ഓൾ? മദർഹുഡ് ആക്ച്വലി ഓക്കെ പറയാം. ഞാൻ മറ്റേത് 24 hours വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, അടിച്ചു പൊളിച്ച് നടന്നുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോഴും അടിച്ചു പൊളിക്ക് കുറവൊന്നുമില്ല, പക്ഷേ കുറച്ചുകൂടെ ടൈം അവന് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം മേ ബി രാത്രിയിൽ ഉറക്കമൊന്നുമില്ല. ഇപ്പം ഒരു കുറച്ച് ഡേയ്സ് ആയിട്ട്, ഒരു 4-5 days ആയിട്ട് മാത്രം അവന് രാത്രി ഒരു 11 മണി തൊട്ട് രാവിലെ 7 മണി വരെ അവന് ഉറക്കമില്ല. ബാക്കി എല്ലാ സമയവും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ അവൻ്റെ ഒരു റുട്ടീൻ ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പ്രഗ്നൻസി ടൈമിൽ എല്ലാ രാത്രി ഇങ്ങനെ ഫുൾ സീരീസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പാവം കൊച്ച് വരുന്നേ, അവൻ അത്ര പാവമൊന്നുമല്ല. ഓക്കെ, അടുത്ത എന്നോട് ചോദിച്ചിരിക്കുന്നത് ഹരിത ഉദയനാണ്. വാട്ട്സ് യുവർ ഹാപ്പിനെസ്? ദിസ് ഇസ് മൈ ഹാപ്പിനെസ്. നമ്മൾ ഓരോ സമയവും എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു, അത് ഹാപ്പിയായിട്ട് സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ പർട്ടിക്കുലറായിട്ട് ഒരു സാധനം മാത്രമൊന്നുമില്ല. യെസ്, ഇതാണ് എൻ്റെ ഹാപ്പിനെസ്. ചിലവർക്ക് ട്രാവലിംഗ് ആയിരിക്കും അവരുടെ ഹാപ്പിനെസ് എന്ന് പറയാൻ, ചിലവർക്ക് ഫ്രണ്ട്സ് ആയിരിക്കും, ചിലവർക്ക് ഫാമിലി ആയിരിക്കും. എനിക്കെല്ലാം എൻ്റെ ഹാപ്പിനെസ് ആണ്. നമ്മൾ ഓരോ കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സിമി തെരേസ. അതുപോലെ തന്നെ നിഖില 21. ഇവർ രണ്ടുപേരും എന്നോട് കോമൺ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡെലിവറി സ്റ്റോറി. ആക്ച്വലി ഞാൻ ഓൾറെഡി എൻ്റെ ഒരു ലൈവിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നതാണ്. എല്ലാവർക്കും ഉള്ള പോലെ തന്നെ അത്യാവശ്യം ഞാൻ ഈ ഒരു ഡാൻസ് ഒക്കെ ആ ടൈമിൽ അല്ലെങ്കിൽ കുറേ വർക്കൗട്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് എൻ്റേതായിട്ടുള്ള പെയിൻ ഉണ്ടായിരുന്നു. നോർമൽ ഡെലിവറി ആയിരുന്നു. ഓക്കെ, ഇത് എൻ്റെ ഒരു നെക്സ്റ്റ് ഒരു യൂട്യൂബിൽ ഞാനൊരു ഇത് മാത്രമായിട്ട് ഇടാം, കാരണം അത്രയും പറയാനുണ്ടാവും. ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. ഓക്കെ, നെക്സ്റ്റ് മിസ്സസ് അസീസ്, റെസ്റ്റ് ഒക്കെ എടുക്കുന്നുണ്ടോ? ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു ചോദ്യമാണ് കേട്ടോ, റെസ്റ്റ് ഒക്കെ എടുക്കുന്നുണ്ടോ ചേച്ചി? ഇങ്ങനെ കിടന്ന് പ്രൊമോഷൻ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കാതെ, ചേച്ചി ഇങ്ങനെ ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ, ചേച്ചി ഇത്രയും നേരം ഫോണിൻ്റെ ടൈമിൽ സ്പെൻഡ് ചെയ്യാതിരിക്കുക, ചേച്ചി ഫുൾ ടൈം കിടക്കുക, ചേച്ചി ഫുൾ ടൈം റെസ്റ്റ് ചെയ്യുക ചേച്ചി, അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ നടുവേദന എടുക്കും, അതെടുക്കും ചേച്ചി, കണ്ണിൻ്റെ പ്രശ്നം വരും.
എൻ്റെ പ്രഗ്നൻസി ടൈമിൽ പോലും ഞാൻ ഇങ്ങനത്തെ പലതും കേട്ടിട്ടില്ല. ഓക്കെ, ഈവൻ എനിക്ക് എൻ്റേതായിട്ടുള്ള ഡിസിഷൻസ് ഉണ്ട് എപ്പോഴും. അതിപ്പം ആര് പറഞ്ഞാലും ഞാൻ എന്ത് ഡിസൈഡ് ചെയ്യുന്നു അതാണ് എനിക്ക് ഫൈനൽ എന്ന് പറയുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ, അമ്മ, ബാലുവേൻ്റെ അച്ഛൻ, അമ്മ, അതുപോലെ എൻ്റെ ഇവിടെ വേറൊരു അമ്മൂമ്മയുണ്ട്. പിന്നെ എന്നെ കുഞ്ഞിനെയും കുളിപ്പിക്കാനായിട്ട് വെയിൽ കുളിക്കുകയൊക്കെ ആയിട്ട് ഒരമ്മ വന്നിട്ടുണ്ട്. ഇവർ ഇത്രയും പേരുണ്ട്. ഇവർക്ക് ആർക്കും ഇല്ലാത്ത കൺസേൺ ആണ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ, അതും എന്നെ ഫോളോ ചെയ്യാത്ത പലർക്കും ഉള്ളത്. എന്താണ്? ഓക്കെ, ഇനി നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം തരാം. ഞാൻ പ്രോപ്പർ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഈ പറയുന്ന 24 hours ആരും എൻ്റെ കൂടെ ഇല്ല അല്ലേ. അപ്പം എനിക്ക് വേണ്ട, ലൈക്ക് എനിക്ക് റെസ്റ്റ് വേണമെന്ന് തോന്നുന്ന ടൈമിൽ ഞാൻ തീർച്ചയായിട്ടും റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഞാൻ ഒരു കുക്കിങ്ങോ ഒരു പരിപാടികളോ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഒരു ജോലിയും ചെയ്യുന്നില്ല. ഞാനിങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുകയാണ്, ഒന്നും ചെയ്യാനില്ലാതെ. അപ്പം എനിക്ക് പിന്നെയും വന്നിരുന്ന ഒരു കാര്യമാണ്, ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി ടെക്സ്റ്റ് ചെയ്തു കേട്ടോ. ചേച്ചി, ഞാൻ ഡെലിവറി ടൈമിലൊക്കെ ഒരുപാട് ഡിപ്രഷനിൽ കൂടെ കടന്നു പോയിരുന്നു. യെസ്, ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ കാണുന്നില്ല. ഓക്കെ, ഒരാൾ എന്നോട് ചോദിച്ചിരുന്നതാണ്. യെസ്, ഞാൻ ഇവിടെ എന്തായാലും ആരാ ചോദിച്ചിരുന്നതെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കാം കേട്ടോ. ഓക്കെ, എന്നോട് ചോദിച്ചിരുന്നതാണ്, ചേച്ചി ഡെലിവറി ടൈമിൽ ഞാൻ കുറേ ഡിപ്രഷനിൽ കൂടെ പോയിരുന്നു. ചേച്ചി എന്തുകൊണ്ട് ഡിപ്രഷനിലാവുന്നത്? അത് നമ്മളല്ലേ തീരുമാനിക്കുന്നത്. നമ്മൾ ഡിപ്രസ്ഡ് ആവണോ, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണോ, നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മുടെ മനസ്സാണ്, നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പം എല്ലാ ഡോക്ടേഴ്സും പറയുന്നത് തീർച്ചയായിട്ടും അങ്ങോട്ടേക്കും നടക്കുക, അല്ലെങ്കിൽ പ്രോപ്പർ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ടൈം 24 hours നിങ്ങൾ ബെഡിൽ തന്നെ കിടക്കുക എന്നൊന്നും ആരും പറയുന്നില്ല. പലർക്കും അറിയത്തുള്ളൂ. ഇന്റർനാഷണലൊക്കെ ആണെങ്കിൽ അവർ നെക്സ്റ്റ് മന്ത്, ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ നെക്സ്റ്റ് മന്ത് തന്നെ അവർ വർക്ക് ചെയ്യാനൊക്കെ പോകുന്ന ഒരുപാട് വർക്കിംഗ് വുമൻസിനെ എനിക്കറിയാം. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സംസ്കാരമുണ്ട്, നമ്മൾ ഫോളോ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ക്രിട്ടിസൈസ് ചെയ്യാൻ മാത്രം കുറേ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല അത്രയും. ഓക്കെ, പിന്നെ ഞാൻ റെസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. അസീസ് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത്. അടുത്തത് Naku 12009. Were you panic at the time when you gave birth? പെയിൻ ഉണ്ടായിരുന്നു, നല്ല പെയിൻ ഉണ്ടായിരുന്നു. പക്ഷെ പാനിക് ഉണ്ടായിരുന്നു. അവൻ വരാൻ തുടങ്ങിയല്ലേ, അപ്പം എന്തിനാ നമ്മൾ പാനിക് ഉണ്ടാവും, നമ്മൾ ഹാപ്പി ആവില്ല വേണ്ടേ. അടുത്തത് സ്വാതി കൃഷ്ണ, ആൻഡ് ഇറ്റ്സ് എ ഫൈനൽ ക്വസ്റ്റ്യൻ കേട്ടോ. Paru, do you follow any special diet post delivery for more supply of milk? ഞാൻ പ്രോപ്പറായിട്ട് ഞാൻ എന്നും കഴിക്കുന്ന ഫുഡ്സ് തന്നെയാണ് കഴിക്കുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അവന് ആവശ്യത്തിൽ കൂടുതൽ പാല് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നു പറയാനുള്ള കുറേയൊക്കെ ഇതിനകത്ത് വന്നായിരുന്നു തോന്നുന്നു. ഓക്കെ, ഇനി എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ജോയിനിങ് മീ ഇൻ ദിസ് Q&A. എനിക്ക് ഒരു സെക്ഷനിലൂടെ പോകാനുള്ള അത്രയും ക്വസ്റ്റ്യൻസ് കൂടെ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഒരു Q&A സെക്ഷനിലൂടെ പോകുന്നതാണ്. അപ്പം യെസ്, എനിക്കിനി പേഴ്സണലി വന്ന ഒരുപാട് അല്ലാതെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്, പ്രഗ്നൻസി എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു ജേണിയാണ്. നിങ്ങൾ ഓരോ ദിവസവും ഒന്ന് ഓർത്ത് നോക്കി, നമ്മൾ ഒരു ജീവൻ കൊടുക്കുകയാണ്. നമ്മൾ ഓരോ ദിവസം അതിനെ നമ്മൾ പറയത്തില്ലേ, ചിലവർക്ക് ഈ ചെടിയൊക്കെ നട്ട് വളരുന്ന കാണാൻ ഭയങ്കര ഇഷ്ടം. അതുപോലെ നമ്മൾ ഓരോ ദിവസം കഴിക്കുന്ന ആഹാരം, അതിൽ കൂടെ ഇങ്ങനെ ഒരു കുഞ്ഞിങ്ങനെ വളർന്ന് 40 weeks ആകുമ്പോഴത്തേക്കും അവനോ അവളോ ആ ഒരു ജീവൻ നമ്മുടെ കയ്യിലേക്ക് വരികയാണ്. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു കാര്യം മാത്രം മനസ്സിലാലോചിച്ചാൽ മതി കേട്ടോ. ഒരുപാട് പ്രഗ്നന്റ് ലേഡീസ് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അവരിങ്ങനെ ഒരുപാട് ഡിപ്രഷൻ ഉണ്ട്, അവർക്ക് ഒരുപാട് മൂഡ് സ്വിങ് ഉണ്ട്, അങ്ങനത്തെ ഒരുപാട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് ഓക്കെയാണ്, നിങ്ങളുടെ ബേബിയുടെ ഹെൽത്ത് ഓക്കെയാണെന്നൊക്കെ ഡോക്ടർ പറയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ചിലപ്പോൾ ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് നിങ്ങളുടെ ഇന്നർ കേപ്പബിലിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന സമയമായിരിക്കും നിങ്ങളുടെ ഈ ഒരു പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത്. സോ മാക്സിമം അതൊക്കെ എൻജോയ് ചെയ്യാം. പിന്നെ ഡെലിവറി ടൈം അതിനെ ഓർത്തൊന്നും പേടിക്കണ്ട. പക്ഷെ ഞാൻ പേഴ്സണലി ചെയ്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഡോക്ടർ മഞ്ജുഷ വിശ്വനാഥൻ ആൻറ്റി ഭയങ്കര എന്താണ്, നമ്മുടെ സ്വന്തം അമ്മയെ പോലെ ആയിരുന്നു. അപ്പം ഈ ഒരു ഡെലിവറി പീരീഡിലും എനിക്ക് ആൻറ്റി ഓരോ സമയം കാണുമ്പോഴും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ സുംബ ഇൻസ്ട്രക്ടർ അഞ്ജലി, എൻ്റെ സിസ്റ്ററാണ്. അപ്പം അഞ്ജുവിനോട് ഞാനിങ്ങനെ ചോദിച്ചിരുന്നു, അപ്പം എങ്ങനെയായിരുന്നു ഡെലിവറിയുടെ കാര്യങ്ങൾ. അപ്പം മഞ്ജുഷ ആൻറ്റി തന്നെ ആയിരുന്നു അഞ്ജുവിനെ നോക്കിയിരുന്നത്. എങ്ങനെയായിരുന്നു അപ്പോൾ കംപ്ലീറ്റ് ഞാനൊരു ഡെലിവറി സ്റ്റോറി ഇറങ്ങിയിരുന്നു. അപ്പം ഞാൻ എൻ്റെ മൈൻഡിൽ ഓൾറെഡി ഞാൻ സെറ്റ് ആയിരുന്നു, ലൈക്ക് ഇങ്ങനെ ആയിരിക്കും ഡെലിവറി എന്നുള്ള കാര്യം. അപ്പം ഓരോ ടൈമിൽ എനിക്ക് പെയിൻ വരുന്ന സമയത്തും യെസ് ഇങ്ങനെ എന്തായാലും ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിൽ തന്നെ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്രയും പെയിനൊന്നും ഫീൽ ചെയ്തിരുന്നില്ല. എന്നാലും അറ്റ് ലാസ്റ്റ് ഓഫ് കോഴ്സ് ഫ്ലൂയിഡൊക്കെ ബ്രേക്ക് ആയപ്പോഴത്തേക്കും എനിക്ക് നല്ലപോലെ കോൺട്രാക്ഷൻസ് ഒക്കെ വന്നിട്ട് എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ, ഇല്ലയെന്നല്ല.
എനിക്ക് ഒരുപാട് പേര് ടെക്സ്റ്റ് ചെയ്തിരുന്നു അവർക്ക് അവരുടെ ഫാമിലിയിൽ നിന്ന് തന്നെ അവർക്ക് ഒരുപാട് ക്രിറ്റിസിസം വരുന്നുണ്ട്, അവരുടെ ബോഡി ഷെയ്മിങ് നടക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. ചിലവരുടെ ശരീരം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വണ്ണം വെക്കുന്ന ശരീരമായിരിക്കും, ചിലവർക്കെന്ന് പറഞ്ഞാൽ പ്രസവിച്ചാലും ചിലവർക്ക് അത്രയും വണ്ണം വരണം എന്നില്ല. എൻ്റെ ഇച്ചിരി വണ്ണം വെക്കുന്ന ശരീരമാണ്, എനിക്ക് തീർച്ചയായിട്ടും ഇത് കുറയ്ക്കാൻ പറ്റുന്ന കാര്യമാണ്. അത് നമുക്കൊരു പേഴ്സണൽ വിശ്വാസം വരണം. ഈ പറയുന്ന എന്താണ് ഒരുപാട് പേര് ക്രിട്ടിസൈസ് ചെയ്യുന്നത് പറയുന്നില്ലേ, അവരോട് തിരിച്ചു പറ, നിങ്ങളൊരു ജീവൻ കൊടുത്തതാണ്. ബൈ ഗോഡ്സ് ഗ്രേസ് എൻ്റെ ഫാമിലിയൊക്കെ എനിക്ക് അത്രയും സപ്പോർട്ടായിരുന്നു. അപ്പം എന്നോട് ബാലുവേട്ടൻ പേഴ്സണലി പറയുന്നത്, നിന്നെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യത്തില്ലേ, എന്നോട് പറയുന്നത് നിന്നെ ഇങ്ങനെ ചബ്ബിയായിട്ട് കാണാനോ നല്ലത്. ചിലപ്പം എന്നെ പഴയ രീതിയിലായിരിക്കും ഇഷ്ടം, പക്ഷേ എൻ്റെ കൂടെ ആ ഒരു സമയം നിന്നതുകൊണ്ട് മാത്രമാണ് എനിക്കങ്ങനെ വേറൊരു മൂഡ് സ്വിങ്ങോ അല്ലെങ്കിൽ എനിക്കങ്ങനെ ഒരു ഡിപ്രസ്ഡ് ഒരു സ്റ്റേജിൽ കൂടുന്ന ഞാൻ കടന്നു പോകാത്തത്. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പം മാക്സിമം നിങ്ങളുടെ ചുറ്റുമുള്ളവരെ ഹാപ്പി ആയിട്ട് വെക്കാൻ പറ്റുക. കാരണം എന്താ പറയുക, ആ ടൈമിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഹാപ്പി ആവും. എന്തെങ്കിലും നെഗറ്റിവിറ്റി ഒക്കെ, എനിക്കും നെഗറ്റിവിറ്റി ഒക്കെ വരാറുണ്ട്. എനിക്കും ചിലപ്പം എൻ്റെ അമ്മ പറയുന്നത് ഇഷ്ടപ്പെടാറില്ല, എൻ്റെ അച്ഛൻ പറയുന്നത് ഇഷ്ടപ്പെടാറില്ല, ചിലപ്പോൾ എൻ്റെ ബാലുവിൻ്റെ അമ്മ പറയുന്നത് ഇഷ്ടപ്പെടാറില്ല, അവിടുത്തെ അച്ഛൻ പറയുന്നത് ഇഷ്ടം. എല്ലാ സിറ്റുവേഷനിൽ കൂടെ നമ്മൾ പോകും. നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ ഭയങ്കര കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പോസിറ്റീവായിട്ടിരിക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ മാക്സിമം എല്ലാം ഒന്ന് ഹാപ്പി ആക്കി വെക്കാനൊക്കെ നോക്കിയാൽ ചുറ്റുമുള്ളതെല്ലാം ഹാപ്പി ആയിട്ടിരിക്കും. അത്രേ ഉള്ളൂ. ഈ നെഗറ്റിവിറ്റി കൂടെ ഒക്കെ നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ. എനിക്കിതൊക്കെ തന്നെ എനിക്ക് ഒന്ന് പറയണമെന്ന് വളരെയധികം ആഗ്രഹമായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നിടം വരെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ. നോട്ടിഫിക്കേഷനൊക്കെ എന്തെങ്കിലുമൊക്കെ എനിക്കറിയത്തില്ല, ബെല്ലൈക്കനൊക്കെ കൊടുത്താൽ എനിക്ക് ബെല്ലൈക്കനൊക്കെ വന്നു പോലും എനിക്കറിയത്തില്ല. എനിക്കിപ്പം ഈ 1000 സബ്സ്ക്രൈബേഴ്സ് ആയതേ ഉള്ളൂ. ഞാൻ അത്ര ആക്റ്റീവ് അല്ല, കാരണം ഞാൻ കുറച്ചുകൂടി ഞാൻ ഇൻസ്റ്റയിലാണ് ആക്റ്റീവ്. അതുപോലെ യെസ്, എനിക്കറിയാം 1-2 പേര് ഇപ്പം മനസ്സിലാലോചിക്കുന്നുണ്ടാവും ഈ ഒരു ഡ്രസ്സിനെ കുറിച്ച്. യെസ്, ഐ ഗോട്ട് ദിസ് അറ്റയർ ഫ്രം കാലിസ്റ്റോ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിലാണ്. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബി സേഫ്. ബൈ ബൈ. സി യു. ടേക്ക് കെയർ.